സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബന്റേതായി വന്നിട്ടുള്ള പല സീനുകളും താനാണ് ചെയ്തതെന്ന വെളിപ്പെടുത്തലുമായി കുഞ്ചാക്കോ ബോബന്റെ ഡ്യൂപ്പായി ശ്രദ്ധ നേടിയ സുനിൽ രാജ് എടപ്പാൾ. ചാക്കോച്ചന്റെ തിരക്ക് മൂലം അദ്ദേഹം പറഞ്ഞിട്ടാണ് സിനിമയിലെ ചില സീനുകൾ താൻ ചെയ്തതെന്ന് സുനിൽ കുറിച്ചു. സ്റ്റേജ് ഷോകളിലും മറ്റും ജൂനിയർ കുഞ്ചാക്കോ ബോബൻ എന്ന പേരിലാണ് സുനിൽ രാജ് അറിയപ്പെടുന്നത്. കുഞ്ചാക്കോ ബോബനെ അനുകരിക്കാൻ തുടങ്ങിയതോടെയാണ് സുനിൽ രാജ് ശ്രദ്ധ നേടിയത്. നീ അയാളെ അവതരിപ്പിച്ച് എന്ത് നേടി എന്നുള്ള ആളുകളുടെ ചോദ്യമാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് സുനിൽ പറയുന്നു. കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച സിനിമയിലെ കഥാപാത്രമായുള്ള ചില ചിത്രങ്ങളും സുനിൽ രാജ് പങ്കുവച്ചു. പുറത്തുവിടാൻ പാടില്ലായിരുന്നു, പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ അയാളെ അവതരിപ്പിച്ച് എന്ത് നേടി എന്ന്. ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ തിരക്കുമൂലം കുറച്ചു ഭാഗങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതും അദ്ദേഹം തന്നെയാണ് ആ സിനിമയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തത്, സുനിൽ രാജ് കുറിച്ചു. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത നാ താൻ കേസ്കോട് എന്ന സിനിമയുടെ സ്പിൻ ഓഫ് ചിത്രമായിരുന്നു സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. നാ താൻ കേസ്കോട് എന്ന സിനിമയിലെ രാജേഷ് മാധവൻ അവതരിപ്പിച്ച സുരേഷൻ കാവുന്തഴെ എന്ന കഥാപാത്രത്തിന്റെ തുടർച്ചയാണ് ഈ സിനിമയിലെ നായകൻ. ഈ സിനിമയിലെ നായികയായ സുമലതയും നാ താൻ കേസ്കോട് എന്ന സിനിമയിലെ അതേ കഥാപാത്രമാണ്. ചിത്രത്തിൽ അതിഥി താരമായി നടൻ കുഞ്ചാക്കോ ബോബൻ എത്തുന്നുണ്ട്. ആ കഥാപാത്രത്തിനു വേണ്ടിയാണ് താൻ അഭിനയിച്ചത് എന്നാണ് സുനിൽ രാജിന്റെ വെളിപ്പെടുത്തൽ. കുട്ടിക്കാലം മുതൽ മിമിക്രി ചെയ്യുന്ന സുനിൽ രാജ് ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും കുഞ്ചാക്കോ ബോബനുമായി അവിശ്വസനീയമായ സാമ്യം പുലർത്തുന്ന വ്യക്തിയാണ്. കുഞ്ചാക്കോ ബോബന്റെ തിരക്ക് കാരണം അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കാതെ വന്ന ചില ഷൂട്ടിംഗ് സമയങ്ങളിൽ സുനിലിനെ ഉപയോഗപ്പെടുത്തി സീനുകൾ പൂർത്തിയാക്കുകയായിരുന്നു എന്നാണ് സൂചന. അനുകരണ കലയിൽ പുതുമകൾ സമ്മാനിക്കുന്ന സുനിൽ രാജ് എടപ്പാൾ തന്റെ കഴിവിന് ലഭിച്ച അംഗീകാരമായിട്ടാണ് ഈ അവസരത്തെ കാണുന്നത്.